വാർത്തയിലേക്ക്. മലപ്പുറം ജില്ലയിലെ ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി സ്പിന്നിൽ റോഡിന് സമീപം ലോറി കോറിയിലേക്ക് മറിഞ്ഞ അപകടം. ലോറിയിലെ ഒരാളെ രക്ഷപ്പെടുത്തി മറ്റൊരാൾ കൂടിയുണ്ടെന്ന സംശയത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജിഷാദ് ചേരും വിശദാംശങ്ങളുമായി. ജിഷാദ്, എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? ആദവനാട് ഊരോത്തുപള്ളിയിലാണ് ഈ കോറിക്ക് സമീപം വാഹനം നിയന്ത്രണം വിട്ട് കോറിയിലേക്ക് മറിയുന്നത്. ഇതിൽ ഒരാളെ, അതായത് ഡ്രൈവർ മുസ്തഫയെ രക്ഷപ്പെടുത്തി. ജാഫർ എന്ന ആള് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് പേരുവിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഈ ജാഫർ എന്ന ആള് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പും ഇവിടെ ഈ അപകടം നടന്ന ഒരു സ്ഥലമാണ്. 3 പേര് ഇതിനു മുമ്പ് ഓട്ടോ മറിഞ്ഞ് അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായ സംഭവമാണ് ഉണ്ടായത്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു കുത്തനെയുള്ള കയറ്റമാണ്. അതിന് സമീപത്തായിട്ടാണ് ഈ കോറി വരുന്നത്. ഈ കോറിയിലെ അടുത്തെത്തുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് കോറിയിലേക്ക് മറിയുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഒരാളെ രക്ഷപ്പെടുത്തി. ഒരാളാണ് ഇപ്പോൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഫയർഫോഴ്സ് ഇയാളുടെ അടുത്തെത്തിയെങ്കിലും, അതായത് കാലും കൈയും വലിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സമീപത്ത് പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയെല്ലാം റെഡിയാണ്. പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് ഈ പ്രദേശത്തേക്ക് വാഹനത്തെ പൊന്തിക്കാൻ കഴിയുള്ളൂ. ഈ പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുന്നതിനാൽ റോഡ് എല്ലാതും നല്ല ബ്ലോക്കാണ് ഉള്ളത്. ജിഷാദ്, അതായത് ഇപ്പം നേരത്തെയും അപകടം ഉണ്ടായെന്ന് പറയുന്നു, അതിനുശേഷവും വേണ്ട രീതിയിലുള്ള ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നാണ് തന്നെ കണക്കാക്കുക. ഇതിനു മുമ്പ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. PWD അധികൃതരെ അടക്കം അറിയിച്ചെങ്കിലും സമീപത്ത് വേണ്ട ക്രമീകരണം നടത്തിയില്ല, കമ്പിവേലി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് ഈ പഞ്ചായത്ത് അധികൃതർ തന്നെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഈ സംഭവ സ്ഥലത്ത് നടന്നിട്ടുള്ളത്. അതായത് ഉച്ച സമയമായിരുന്നു, വെള്ളിയാഴ്ച ആയ തന്നെ ഇതിവിടെ ഉത്സവം നടക്കാൻ തന്നെ സമീപ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ വാഹനം നിയന്ത്രണം വിട്ട്, അതായത് 30ഓളം അടി താഴ്ചയിലേക്ക് വാഹനം കൂപ്പുകുത്തുകയായിരുന്നു. വാഹനം മലയിൽ ഗ്രൂപ്പിന്റെ, അതായത് സാധനങ്ങൾ, അതായത് പലർക്ക് സാധനങ്ങൾ കൊണ്ട് ചെല്ലുന്ന, അതായത് കൊണ്ട് കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വാഹനമാണ്. വാഹനത്തിലെ ഡ്രൈവറാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. സഹായി വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അല്ല ജിഷാദ്, അതാണ് സഹായിയുടെ അവസ്ഥ എന്താണ്? അതായത് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ആളെ കൊണ്ട് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണെന്ന് പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പം പുറത്തെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫലം കണ്ടില്ല എന്നതാണോ, അതോ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? ക്രെയിൻ മാത്രമേ അവിടെ കയറുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ക്രെയിൻ യൂസ് ചെയ്ത് മാത്രമാണ് ഈ ആളെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. വാഹനത്തിനുള്ളിൽ ഈ സഹായി കുടുങ്ങി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്താണെന്നും അടക്കം അറിയാത്തൊരു സിറ്റുവേഷനിലാണ് പോലീസ് അടക്കമുള്ള അധികൃതർ. ഇതിന് ഈ അപകടത്തിൽ സഹായിക്കാനെത്തിയ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ശരി, വേറെ ആരുടെങ്കിലും പ്രതികരണം മറ്റും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവരെന്താ പറയുന്നത്? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സമീപ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമാണ് ഇയാളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട ഇയാളുടെ നില അതീവ ഗുരുതരമാണെന്നും ഫയർഫോഴ്സ് അറിയിക്കുന്നുണ്ട്. ഹരി, ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ കുറച്ചധികം നേരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എത്ര നേരം അവിടെ നിൽക്കാൻ പറ്റും? സ്വാഭാവികമായിട്ടും ഈ സഹായിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള സമയം അതിനി എത്രയാകുമെന്നോ, അല്ലെങ്കിൽ ഇനി എത്ര സമയം എടുക്കും ഈ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇയാളെ പുറത്തെടുക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സമയം, ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവ്? മറ്റേ വൈരങ്കോട് എന്ന സ്ഥലത്ത് ഉത്സവം നടക്കുകയാണ്. അത് കാരണം തന്നെ റോഡുകളെല്ലാം ബ്ലോക്കാണ്. ഈ KNRC, അതായത് ഹൈവേ നിർമ്മാണ കമ്പനിയായ വാഹനത്തെ, അതായത് ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ഇത്രയും സമയം എന്തായാലും അതിദാരുണമായി അദ്ദേഹം ആ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ക്രെയിൻ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പോലീസ്, നാട്ടുകാരെല്ലാവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഹരി, എന്തായാലും മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. റോഡിന് സമീപത്തെ കോറിയിൽ ലോറി മറിയുന്നൊരു കാഴ്ച. ഇതിനു മുമ്പും ഇതുപോലെ സമാനമായൊരു സംഭവം ഓട്ടോ മറിഞ്ഞുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും അപ്പോൾ തന്നെ ഉണ്ടായില്ല. അതിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഇപ്പോൾ ലോറി മറിയുന്നതും. എന്തായാലും ദാരുണമായ സംഭവമാണ്. ഫയർഫോഴ്സ് ഇപ്പോഴും അവിടെ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണെന്നും കൂടി മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ പോലും എത്ര സമയമെടുക്കുമെന്നോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ദാരുണമായ സംഭവമാണ് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരാളെ രക്ഷപ്പെടുത്തിയ ഡ്രൈവറാണ്, പക്ഷേ ഡ്രൈവറിൻ്റെ കൂടെയുള്ള വ്യക്തിയാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. പലചരക്ക് കയറ്റി വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഇപ്പോൾ ഈ കുളത്തിലേക്ക് വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അഗ്നിരക്ഷാ സേനയും മുങ്ങൽ വിദഗ്ധരും നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്.
ക്രെയിൻ മാത്രമേ ഇവിടെ എത്താനും കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്താനുള്ള നടപടികളും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെയും കൂടി പുറത്തെടുക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഒരു ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇത് എത്ര സമയമെടുക്കുമെന്നും എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തെ എത്ര ഗുരുതരമാണ് അവസ്ഥ എന്നതും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ മറുപടി ഒന്നും കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്തായാലും മലപ്പുറം ചെമ്പിക്കൽ ആദവനാട് ആണ് ലോറിയാണ് മറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ദുരന്തമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയേണ്ടത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മറ്റൊരാൾ, അതായത് ഈ ലോറിയിലുണ്ടായിരുന്ന സഹായി പുറത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ പുറത്തെത്തിക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് നിൽക്കുകയാണ്. നാട്ടുകാരും ചുറ്റുമുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആണിപ്പോൾ ജിഷാദാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റൊരാൾക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയും കാലും കണ്ടു എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ആ സംഭവം. JCB ഉപയോഗിച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമം, ആ ലോറിയെ അതോടൊപ്പം തന്നെ ആ സഹായിയും ഇവിടെ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമം നാട്ടുകാർ തീർച്ചയായും ഒപ്പം തന്നെ ഉണ്ട്. രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും എത്ര സമയം, അതായത് വളരെയധികം ഗുരുതരമായ അവസ്ഥയിലാണ് സഹായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്സിജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്ര നേരം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. ജിഷാദ് തന്നെയാണ് ചേരുന്നത്. ജിഷാദ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനനുസരിച്ച് തന്നെ രക്ഷാപ്രവർത്തനവും നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ ഓരോ വഴികൾ നടത്തുകയാണ്. എന്നാൽ പോലും ഇപ്പോൾ ഈ ലോറി എത്ര താഴ്ചയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ എത്ര ഓക്സിജൻ ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അയാൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വിവരം കിട്ടുന്നുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? കേൾക്കുന്നുണ്ടോ? 30 അടിയോളം താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞിട്ടുള്ളത്. കേൾക്കുന്നുണ്ട്. വാഹനമടക്കമുള്ള സാധനം, അതായത് വാഹനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം 30 അടി താഴ്ചയിലാണ് ഈ വാഹനം കിടക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാവരും ഒരുമിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും കുറച്ചു നേരത്തെ തന്നെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ മുങ്ങി നോക്കിയിരുന്നു. പക്ഷേ ഇയാള് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാലും കൈയും വലിച്ചു നോക്കി, എന്നാലും കിട്ടിയിരുന്നില്ല. ഇനി അതായത് ഈ KNRC നിർമ്മാണ കമ്പനിയായ KNRCയുടെ വാഹനം വന്നതിന് ശേഷം മാത്രമാണ് ഈ ആളെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടുന്ന് നൽകുന്ന സൂചനകൾ. നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം ഈ സ്ഥലത്തുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഈ അപകടം നടക്കുന്നത്. അപകടത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ സഹായി, അതായത് മലയിൽ ഫാമിന്റെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വാഹനമാണ് ഈ താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ ജാഫറാണ് രക്ഷപ്പെട്ടത്. മലപ്പുറം സ്വദേശി മുസ്തഫ എന്ന ആളാണ് ഈ വാഹനത്തിനുള്ളിൽ കിടക്കുന്നത്. ഈ ഡ്രൈവർ ജാഫറിന്റെ നില ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ? അദ്ദേഹത്തിന് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതായത് 30 അടി താഴ്ചയിലേക്ക് വാഹനം അതായത് 30 അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ആ സമയം തന്നെ ഈ പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവത്തിന് ആൾക്കാരാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നത് കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.